മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണയുടെ അമ്മ തങ്കത്തിനെ ഹോസ്പിറ്റലിൽ ഇത് ചെയ്യുന്നു. അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് സർജറി വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ സമയത്ത് കൃഷ്ണയ്ക്ക് പിന്നെ വേറൊന്നും ആലോചിക്കാൻ തോന്നിയില്ല. അപ്പം ഗോപാലനോടും നമ്മുടെ സുനന്ദയോടും ചോദിക്കുന്നു, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ കുറച്ചുള്ള കാര്യം ചോദിക്കുന്നു. എന്തായാലും സിതാര മേഡത്തെ തന്നെ വിളിക്കാം എന്ന് പറയുന്നു. അപ്പം നമ്മുടെ സുനന്ദ പറയുന്നുണ്ട്, അവർ പറയുന്നതൊക്കെ മോൾ അനുസരിക്കേണ്ടി വരത്തില്ലേ മോളെ എന്ന് ചോദിക്കും. അന്നേരം പറയും, സാരമില്ല, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയല്ലേ, വേറൊരു നിവൃത്തി ഇല്ലല്ലോ എന്ന് പറയും. അങ്ങനെ സിതാരയുടെ ഫോണിലേക്ക് കൃഷ്ണ വിളിക്കും. അപ്പോൾ കൃഷ്ണ വിളിക്കുന്ന സമയത്ത് സിമി അത് കാണും. അപ്പോൾ സിതാര കുറേ അടിച്ചതിന് ശേഷമാണ് ഫോൺ എടുക്കുന്നത്. എന്താന്ന് പറയും. അപ്പോൾ പറയും എൻ്റെ അമ്മ ഇങ്ങനെ ഹോസ്പിറ്റലിലാണ്, പെട്ടെന്ന് സർജറി വേണം, 5 ലക്ഷം രൂപ വേണം മേഡം എന്നൊക്കെ പറയും. അപ്പോൾ അവർ പറയും, ഞാൻ പറഞ്ഞ കാര്യം നീ അങ്ങനെ തന്നെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കൃഷ്ണ പറയും, ഓക്കെ, ഞാൻ മേഡം പറയുന്നത് പോലെ അനുസരിച്ചോളാം എന്ന് പറയും. അപ്പോൾ സിദ്ധാര പറയും, എങ്കിൽ നിൻ്റെ അമ്മയുടെ സർജറിക്ക് അതിനുശേഷം എല്ലാ പണവും ഇപ്പോൾ നിൻ്റെ അക്കൗണ്ടിലെത്തും, നീ ബാക്കിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ തക്ക ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും എന്നും പറയുകയാണ്. അങ്ങനെ കൃഷ്ണ ഫോൺ വയ്ക്കുമ്പോൾ നമ്മുടെ ഗോപാലനും സുനന്ദയും പറയും, ആ മോളെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അവർ പറയുന്ന അനുസരിച്ചല്ലേ പറ്റും. അപ്പോൾ കൃഷ്ണയ്ക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം വേറൊരാളുടെ മുമ്പിൽ കഴുത്ത് നീട്ടി കൊടുക്കേണ്ട എന്ന അവസ്ഥയൊക്കെ ഉണ്ടല്ലോ. അപ്പം സുനന്ദയും ഗോപാലനും പറയും, വിഷമിക്കേണ്ട, ഇപ്പം എന്തായാലും അമ്മയുടെ കാര്യമാണല്ലോ ഇമ്പോർട്ടൻ്റ് എന്ന് പറയും. അങ്ങനെ കൃഷ്ണ ഒരു സ്ഥലത്ത് പോയിരുന്ന് ഇങ്ങനെ കരയും. ആ സമയത്ത് ഗോപാലനും സുനന്ദയും പറയും, ദൈവം എന്തെങ്കിലും ഒരു വഴി ഒരുക്കിയിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. അപ്പം സുനന്ദ പറയും, നമുക്കിങ്ങനെ പറയാം, പക്ഷേ ആ കൊച്ചല്ലേ കരയുന്നത്, ഞാൻ അവളുടെ അടുത്ത് പോട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. പിന്നീട് കൃഷ്ണയുടെ അമ്മയടുത്ത് പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മയെ ആശ്വസിപ്പിക്കും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നു. ഇതേ സമയത്ത് നബീൻ്റെ വീട്ടിലാണെങ്കിൽ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ സമയത്താണ് മാണിക്കുഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നത്. മാണിക്കുഞ്ഞ് പറയുന്നു, ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന പോലെ പ്രീ വെഡ്ഡിങ് ഷൂട്ട് നടക്കണം എന്നൊക്കെ പറയുന്നു. അപ്പം നമ്മുടെ നവീൻ പറയും, അതൊന്നും വേണ്ടാന്ന് പറയും. അപ്പം നവീൻ്റെ അമ്മ പറയും, അതിനെന്താ മോനെ, അതൊക്കെ നല്ലതല്ലേ, അതൊക്കെ ചെയ്യാൻ പറയും. അപ്പം നവീൻ പറയാം, അമ്മ പറഞ്ഞതുകൊണ്ട് അതൊക്കെ ചെയ്യാമെന്ന് പറയും. പക്ഷേ നവീൻ്റെ മുത്തശ്ശി അച്ഛനാണെങ്കിൽ കല്യാണം എങ്ങനെയും മുടക്കണം എന്നുള്ള രീതിയിൽ കടന്നു വരികയാണ്. ആ സമയത്താണ് ഇവർ പറയുന്നത്. അപ്പോൾ അവർക്കത് പറയാനും പറ്റാത്തൊരവസ്ഥയാവും. അങ്ങനെ പ്രീ വെഡ്ഡിങ് ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ കൃഷ്ണ ഒരുങ്ങി വരികയാണ്. ഇത് മുടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിർമ്മലയും സംഘവും കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ വെഡ്ഡിങ് ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊന്ന് കൃഷ്ണയെ ആരോ തള്ളുന്ന എന്തോന്ന് അറിയത്തില്ല. എന്തായാലും കൃഷ്ണ വേഗം നവീനെ ഇങ്ങനെ തള്ളുന്ന പോലെ വീഴുന്നു, നവീൻ നിലത്ത് വീഴുന്നൊക്കെയുണ്ട്. അപ്പോൾ കൃഷ്ണ കൈപൊക്കി എടുക്കുന്നത്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ്